ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഈ നിഴൽ, സർവശക്തിൻ്റെ നിഴല് നമ്മുടെ മേൽ വെളിപ്പെട്ടാൽ ബാക്കി എല്ലാ നിഴല് നമ്മെ വിട്ട് മാറും. നീ ഭയപ്പെട്ട നിഴലുകളില്ലേ, നിന്നെ ഒറ്റപ്പെടുത്തിയ നിഴലുകളില്ലേ, ചില നിഴലുകൾ, സ്വന്തം നിഴലിനെ പേടിക്കുന്ന ആൾക്കാരുണ്ട്. ആ നിഴലുകൾ നമ്മെ വിട്ട് മാറും. ഇതാണ് സർവശക്തൻ്റെ നിഴലിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കറിയാം, ഈ കോഴി മുട്ടയുടെ മേൽ അടയിരിക്കുമ്പോൾ കോഴിയുടെ ഒരു ചോദ്യം ചോദിക്കാം: നീ എന്തിനാ ഈ കഷ്ടപ്പെട്ട് ഇതിൻ്റെ പുറത്തിരിക്കുന്നത്? നിന്നെക്കാളും നല്ല ചൂടല്ലേ സൂര്യൻ്റെ ചൂട്? എന്നിട്ട് ഈ വെളിച്ചത്തിൻ്റെ ചൂടിലേ നമുക്ക് നിൽക്കാൻ പോയി അല്ലേ? അപ്പോൾ ഇതിനേക്കാളും വലിയ നല്ല ചൂട് കൊടുക്കുന്ന സൂര്യനുണ്ടല്ലോ, നീ എന്തിനാ ഈ കഷ്ടപ്പെട്ട് എൻ്റെ അപ്പുറത്തിരിക്കുന്നത്? കോഴിയുടെ മറുപടി എന്നായിരിക്കും എന്നറിയോ? ഇത് സൂര്യൻ്റെ മുട്ടയല്ല, ഇത് എൻ്റെ മുട്ടയാ. എൻ്റെ മുട്ട പുറത്തു വരാൻ എൻ്റെ ചൂടാ. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടുന്നത്, ആ നിഴല് വീഴുന്നത് അത്യുന്നതൻ നിന്നോട് പറഞ്ഞ ദൂതിനെ നിവർത്തിച്ച് അതിനെ ഒന്ന് നർച്ചർ ചെയ്ത് പുറത്തു കൊണ്ടുവരാനാ.